ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നാളത്തെ വിശേഷവും അതുപോലെ തന്നെ ഇനിയിപ്പം നമുക്ക് വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ കുറച്ച് വിശേഷവും കൂടെ ഉൾപ്പെടുത്തിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ ബോറാക്കുന്നില്ല. അങ്ങനെ മോതിരം തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നമ്മുടെ അലീന മോതിരം എടുത്തു പോലും അലീനയുടെ ബാഗും ഭാണ്ഡക്കെട്ടും ഒക്കെ പരിശോധിച്ചിട്ട് അതിൽ നിന്നും ഒന്നും കിട്ടാത്തതിന്റെ കലിയും കൂടെ നമ്മുടെ വൈജയ്ക്ക് ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ആ വഴി നമ്മുടെ അലീനയെ പറഞ്ഞു വിടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യവും കൂടെയാണ് നമ്മുടെ വൈജയ്ക്കുള്ളത്. അങ്ങനെ നമ്മുടെ വൈജയാണെങ്കിൽ ഈ കാര്യം ചെന്ന് ബാലേന്ദ്രനോട് പറഞ്ഞപ്പം ബാലേന്ദ്രനാണെങ്കിൽ മൈൻഡും ചെയ്യുന്നില്ല. ബാലേന്ദ്രൻ പറഞ്ഞു അത് എവിടെ പോകാൻ, ഇവിടെ എവിടെയെങ്കിലും കാണും. അപ്പൊ ഒന്ന് പതുക്കെ ഒന്ന് നൈസിലൊക്കെ പറഞ്ഞു കൊടുത്തത് കണ്ടോ. അവിടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം സോപ്പൊക്കെ ഇട്ട് പുള്ളിക്കാരി ഒന്ന് പറഞ്ഞു. എവിടെ, നമ്മുടെ ബാലേന്ദ്രനെ അറിയാലോ വൈജയുടെ സ്വഭാവം. ഇച്ചിരി എങ്ങാനും കിട്ടിയാൽ മതി, പിന്നെ അത് ഊരി പേരിപ്പിച്ച് വലുതാക്കും. അത് പുള്ളിക്കാരനെ അറിയാന്നല്ലേ, പുള്ളിക്കാരൻ്റെ കൂടെ ഇത്ര നാളായതല്ലേ നമ്മുടെ വൈജ ഒന്നെങ്കിലും കൂടിയിട്ട്. അങ്ങനെ കാലി വന്നിട്ട് പോവുകയാണ് നമ്മുടെ വൈജ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഇവിടെ വേലക്കാരിക്കാണോ സ്ഥാനം അതോ വീട്ടുകാരിക്കാണോ സ്ഥാനം? എനിക്കിപ്പോ അറിയണം. ഇവിടെ വേലക്കാരിക്ക് തന്നെയാ സ്ഥാനം, വീട്ടുകാരിക്ക് ഒരു സ്ഥാനവും ഇല്ല. അല്ലെങ്കിലും കുറച്ച് തൊലിവെളുപ്പുണ്ടെങ്കിൽ പിന്നെ അവള് പറയുന്നതാണല്ലോ ഇവിടുത്തെ വേദവാക്യം. എപ്പോഴാണോ എനിക്ക് തോന്നിയത്, അല്ലെങ്കിലും എൻ്റെ അച്ഛൻ തന്നെയല്ലേ എനിക്കിട്ട് പണി തന്നിട്ട് പോയത്. മരിക്കാൻ കിടന്നപ്പോൾ ഒടുക്കത്തെ ഒരാഗ്രഹം. അങ്ങനെ എന്തിന്റെ സൂക്കേടായിരുന്നു എൻ്റെ പൊന്നച്ഛ. മരിച്ച് തലയുടെ മണ്ടേ നിൽക്കുക, എന്നിട്ടും മനുഷ്യന് സമാധാനം തരുന്നില്ലല്ലോ. ഒരുത്തീനെ ഏൽപ്പിച്ചിട്ട് പോയി. ദേ ഈ പരിസരത്തൊന്നും വേലക്കാരീനെ കിട്ടാഞ്ഞിട്ടാണോ അങ്ങ് തിരുവനന്തപുരത്ത് പോയി വേലക്കാരീനെ എടുത്തോണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കിടന്ന് തുള്ളാണ്. ഇതൊക്കെ നമ്മുടെ മുത്തശ്ശി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശിയുടെ അടുത്ത് വന്നും പറയുന്നുണ്ട് വൈജ, അമ്മയ്ക്ക് സമാധാനമായല്ലോ. അമ്മയാണല്ലോ അന്നേ പൊന്നേന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കുന്നത് അവളെ. ഇത് അവള് തന്നെ എടുത്തതാ, എനിക്കറിയാന്ന് പറഞ്ഞപ്പോ വൈജ നിനക്ക് നാണമില്ലേ? ആ പെങ്കൊച്ചിന്റെ വായിലിരിക്കുന്നത് നീ കേട്ടില്ലേ? ആ പെങ്കൊച്ചിന്റെ ബാഗൊക്കെ പരിശോധിച്ചത് ഒരു ഉളുപ്പും ഇല്ലാതെയല്ലേ നീ അത് ചെയ്തത്? ഒരു മോതിരം പോയി, ശരിയാ. അതിന് നീ ഉടനെ വേലക്കാരിയുടെ ബാഗ് പരിശോധിക്കാന്ന് പറഞ്ഞാല് പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? പിന്നെ നീ എന്തിനാ വൈജ ഇങ്ങനെ കിടന്ന് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞ് നീ നിന്റെ വില തന്നെ കളയാതെ? ഓ, അലീനയുടെ ഓരോ വാക്കുകളൊക്കെ അപ്പം വിലക്കെടുത്ത് കാണുമല്ലേ? അല്ല, അവള് പറയുന്നത് പോലെ തന്നെയാണല്ലോ ഇപ്പം അമ്മയും പറയുന്നത്. എനിക്ക് അത് തന്നെ അറിയാനുള്ളത്. ഇവിടെ വീട്ടുകാരിക്കാണോ വേലക്കാരിക്കാണോ സ്ഥാനം കൂടുതലെന്ന്? അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ നോക്കിക്കോ. അവള് വന്നത് എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ആ കുഞ്ഞുമോൾ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ സമാധാനം പോയപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് നടക്കുകയാണ്. ഏതായാലും ഈ സമയമാണെങ്കിൽ നമ്മുടെ ബാലേന്ദ്രന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് എണീറ്റു കേട്ടോ. എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന കിച്ചണിൽ നിൽക്കുകയാണ്. അപ്പം സാറിന് എന്തെങ്കിലും വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, മോക്കൊന്നും തോന്നരുത്, അവൾ അങ്ങനെ ആയി പോയി, മോള് വിട്ടുകളാ. മോള് സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. അവൾ അങ്ങനെയാണ്, അവളുടെ സ്വഭാവം അങ്ങനെയാണ്. എൻ്റെ അടുത്തും ഇതുപോലെയൊക്കെ തന്നെ അവള് പെരുമാറുന്നത്. ഞങ്ങള് അങ്ങ് വിട്ട് കളയുക ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേരേന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനെ ഞാൻ എപ്പോഴേ ക്ഷമിച്ചു സാറേ, എനിക്ക് അല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോരെ സാറേ ഞാൻ വിഷമിക്കേണ്ടത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്ത അത്രയും കാലം ധൈര്യമായിട്ട് എനിക്ക് എവിടെയും വന്നു എന്ന് പറയാൻ പറ്റും ഞാൻ അത് എടുത്തിട്ടില്ലെന്ന്. വൈജാമ്മയുടെ എൻ്റെ ബാഗിനകത്ത് നോക്കി, അത് കിട്ടിയില്ല. സത്യത്തിൽ അത് കിട്ടുമായിരുന്നെങ്കിൽ ഇത്രയും ദേഷ്യം ഉണ്ടാവില്ലായിരുന്നു വൈജാമ്മേടത്തിന്. ഇപ്പൊ വൈജാമ്മേടത്തിന് ഈ ദേഷ്യം അത് കിട്ടാഞ്ഞേൻ്റെയാ എന്നൊക്കെ പറയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഹരിശങ്കർ ഇല്ലേ, നേരെ വിളിക്കുന്നുണ്ട് വൈജയുടെ മൂത്ത മകനെ. എടാ എന്തായിടാ, സെറ്റാക്കിയോടാ? ഞാൻ പറഞ്ഞില്ലേടാ നിന്നോട് സെറ്റാക്കാൻ, നീ ഇതുവരെ സെറ്റാക്കിയില്ലേ? അപ്പോഴേക്കാണ് നമ്മുടെ വൈജയുടെ മൂത്ത മോൻ പറയുന്നത്, അത് പിന്നെ എടാ ഇവിടെ ഇപ്പൊ അതിനേക്കാളും വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാ, എന്ത് പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്ത് പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്? അത് പിന്നെ വേറൊന്നുമല്ല, ഇവിടെ ഒരു മോതിരം കാണാതെ പോയി. നീ വല്ലോ ആണോടാ മോതിരം എടുത്തത്? ഇനിയിപ്പം അത് കൊണ്ടുപോയി വെച്ചിട്ടാണോടാ നീ എനിക്ക് പൈസ തന്നത്? നീ എവിടെ നിന്ന് ഒപ്പിച്ചു? സത്യമായിട്ടും പറയാലോ, മോതിരം എടുത്തത് ഞാൻ തന്നെയാ. അതിനിപ്പോ എവിടെയെങ്കിലും കൊണ്ടുവച്ചില്ല എങ്കിൽ ഞാനാ എടുത്തതെന്ന് അറിയും. അലീനയുടെ പേരിലാ ഇവിടെ കുറ്റം വന്നിരിക്കുന്നത്. ആണോ? അവളുടെ പേരിലാണോ? അല്ല, അവളാണോ എടുത്തതിനി? അവളൊന്നുമല്ല. ആ പെങ്കൊച്ച് അങ്ങനെയൊന്നും, ആ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാ തോന്നുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്. ഏതായാലും ഞാനത് സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അത് നമ്മുടെ വൈജ തന്നെ കണ്ടുപിടിക്കാം. വൈജയുടെ കണ്ണിൽ തന്നെയാണ് കുറച്ച് പൈസയും ആ മോതിരവും കൂടെ കിട്ടുന്നത്. ഏതായാലും ഇത് എടുത്തിരിക്കുന്നത് ആ വീട്ടിലുള്ള ആരെങ്കിലും തന്നെയാണ്. പക്ഷെ നമ്മുടെ അലീനയല്ല എടുത്തിരിക്കുന്നത്, ഈ പറയുന്ന വൈജയുടെ മകൻ തന്നെയാണ്.
പിള്ളേരാണല്ലോ ഈ പ്രായത്തിൽ അതും ഇതും ചീത്തശീലവും ഒക്കെ ആണല്ലോ ഉള്ളത്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്ക് പൈസയൊക്കെ അടിച്ചു മാറ്റാറുണ്ട്. നമ്മുടെ ഹരി അടിച്ചു മാറ്റിയത് ഓർക്കുന്നുണ്ടോ? അതുപോലെ ഈ പകുതി പൈസയും ഹരിക്കാ കൊണ്ട് കൊടുക്കുന്നതും. ഹരിയാണ് വായ്പ മേടിച്ചു പിന്നെ തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഈ ചെറുക്കനും മൊത്തം മുതുപിഴയാക്കുന്നത് ഈ ഹരിയാണേ. അങ്ങനെ ഹരി പറഞ്ഞു. അപ്പം ഹരി പറയുന്നുണ്ട്, എടാ നീ ഒന്ന് മുട്ടി നോക്കടാ. ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നീയപ്പം അന്ന് എൻ്റെ റൂമിൽ വെച്ച് അവളെ കെട്ടിപ്പിടിച്ച് കിസ് കൊടുത്തു എന്ന് പറഞ്ഞ് ശരിയാണോ? അത് ശരിയാ. അവളോട് നീ ചോദിച്ചില്ലേ? ഞാനിങ്ങനെ മുത്തശ്ശിയോട് ചോദിച്ചപ്പം അവള് പറഞ്ഞ് ചായ കൊണ്ട് തന്നായിരുന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, ധൈര്യമൊക്കെ മനസ്സിൽ സംഭരിച്ചു വെച്ചിട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെല്ല്. ഒരു കിളുന്ന് പെണ്ണല്ലേടാ അവള്. അവള് ഇത്ര അടുത്ത് കിട്ടിയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ആരാടാ ഉപയോഗിക്കുന്നത്? ഇങ്ങനെയാടാ വേലക്കാരികളുള്ള വീട്ടിലെ മക്കളൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യും. അത് സ്വാഭാവികം. അതൊക്കെ വലിയ തെറ്റൊന്നും ആയിട്ട് നീ കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറുക്കനെ അങ്ങ് വഴി തെറ്റിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അലീന കിച്ചണിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ചെറുക്കൻ പരിങ്ങി കളിക്കുന്നുണ്ടെങ്കിലും ഈ ചെറുക്കൻ അങ്ങോട്ട് അലീനയുടെ അടുത്ത് ചെന്നങ്ങോട്ട് നിന്ന് സംസാരിക്കാനോ നിവർന്ന് നിന്ന് സംസാരിക്കാനോ അല്ല ആ ഒരിത് നമ്മുടെ ഹരിശങ്കറിന്റെ അത്ര ഇല്ല കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോതിരം കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു മോതിരം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെട്ടെന്ന് പേരൊക്കെ ഒന്ന് വിട്ടുപോകും കേട്ടോ. നമ്മുടെ വൈജയുടെ ഹസ്ബൻഡ്, അതായത് ബാലേന്ദ്രൻ, അത് തന്നെ പെട്ടെന്ന് പേരെ അങ്ങോട്ട് കിട്ടാതെ വരും. ബാലേന്ദ്രൻ എന്നിട്ട് ഈ മോതിരം, സോറി നമ്മുടെ വൈജ അല്ലാട്ടോ മോതിരം കണ്ടുപിടിക്കുന്നത്, ബാലേന്ദ്രനാണ് മോതിരം കണ്ടുപിടിക്കുന്നത്. ബാലേന്ദ്രൻ ഈ മോതിരം കാണിച്ചിട്ട് ഇത് പിന്നെ എന്താടീന്ന് ചോദിക്കണം. ഇത് പിന്നെ എന്താന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിക്കുകയാണ്. ഇത് നിന്നെ കാണാതെ പോയ മോതിരം അല്ലേ എന്ന് പറയുമ്പോൾ, അയ്യോ അതേലും പലട്ട ഇതെവിടെന്നാ കിട്ടിയത്? ഇതെവിടെന്നാ കിട്ടിയതെന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വീട് പരിശോധിക്കുമ്പോൾ ആകെ മൊത്തം മരിച്ചു പിറക്കണം. അത് കഴിഞ്ഞ് വീട്ടിലുള്ളവരെ കുറ്റം പറയണം. വീട്ടിലുള്ളവരുടെ ബാഗുകൾ പരിശോധിച്ച് പിറക്കി ലാസ്റ്റ് മാത്രമേ വീട്ടിലെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ബാഗും വേലക്കാരികളുടെ ബാഗൊക്കെ അരിച്ചു പിറക്കാൻ പാടുള്ളൂ. ഇതിപ്പം ഒരുമാതിരി തരം താഴ്ന്ന പണിയായി പോയില്ലേ? പെങ്കൊച്ചിന്റെ മുമ്പിൽ നീ വെറും 0 ആയി പോയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തിക്കൊന്നും പറയാനില്ല കേട്ടോ. വൈജയന്തി ആണെങ്കിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴും ദേഷ്യമാണ് വൈജയന്തിക്ക്. അപ്പൊ ഇത് നമ്മുടെ അലീന കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന ഇത് കണ്ടു. അപ്പൊ അലീന ഒരു ചെറിയൊരു ചിരിയോടുകൂടി, ഒരു പുച്ഛഭാവത്തോടു കൂടി നമ്മുടെ ജയന്തിനെ നോക്കുന്നുണ്ട്. ജയന്തിക്ക് ഇതൊക്കെ അങ്ങോട്ട് മനസ്സിൽ ദേഷ്യം ഉളവാക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ദേഷ്യം വരും. അപ്പോഴും അവിടെ ജയിച്ചു നിൽക്കുന്ന അലീനയാണല്ലോ ഒരു തട്ടില്. ഏതാണ്ട് അലീനയോട് മത്സരമാണ്. സത്യം പറഞ്ഞാല് നമ്മുടെ മുത്തശ്ശി പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് അലീനോട് ഇത്ര ദേഷ്യം എന്ന് വൈജയ്ക്ക്? അത് ഇച്ചിരി തൊലി വെളുപ്പ് കൂടുതലും ഈ പറയുന്ന 2 മക്കളെക്കാളും ഇച്ചിരി കാണാൻ ഭംഗിയുണ്ട്, തൊലി വെളുപ്പുണ്ട്. അതിൻ്റെയൊക്കെ ചെറിയ അസൂയ തന്നെയാണ്. വേലക്കാരിയാന്ന് പറയില്ലല്ലോ. അപ്പൊ അതിന്റെ ചെറിയ അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട് നമ്മുടെ വൈജയ്ക്ക്. അത് തന്നെയാണ് സംഭവം. ഏതായാലും നമ്മുടെ വൈജയോട് പറയാണ് ബാലേന്ദ്രൻ, നീ പോയി മാപ്പ് പറഞ്ഞോ, പെങ്കുച്ചിനോട് മര്യാദയ്ക്ക് നീ പോയി മാപ്പ് പറഞ്ഞോ. നിന്റെ മാനേഴ്സിന്, നമ്മുടെ മാനേഴ്സിന് അതാ നല്ലതെന്ന് പറഞ്ഞപ്പോ അവളോട് മാപ്പ് പറയാനോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അവളോട് മാപ്പ് പറയാന്. എന്റെ പട്ടി പറയും എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യം വന്നിട്ട് പോയിട്ടോ. അങ്ങനെ തന്നെ ബാലേന്ദ്രൻ തന്നെ പോയി പറയുന്നുണ്ട്, മോളെ ക്ഷമിക്കും മോളെ, മോക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേരെ. അവളുടെ അറിവില്ലായ്മയായിട്ട് കണ്ടേരെ. നിന്നെക്കാളും ഒത്തിരി പ്രായമുണ്ട്, നിന്റെ അമ്മയാകാനുള്ള പ്രായം അവക്കുണ്ട്. അപ്പോഴത്തേക്കും മനസ്സിൽ നമ്മുടെ അലീന പറയാതെ, എൻ്റെ അമ്മ തന്നെയാണല്ലോ, എൻ്റെ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്താലും എന്നെ അടിച്ചാലും ഞാനാണല്ലോ ക്ഷമിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതിനിടയിൽ നമ്മുടെ ചിന്നുമോളെ കാണിക്കുന്നുണ്ട്. അപ്പൊ ചിന്നുമോളാണെങ്കിൽ രാത്രി ഇങ്ങനെ പെട്ടെന്ന് സ്വപ്നം കാണാണ്. ജനലിന്റെ സൈഡില് നമ്മുടെ റീത്താമ്മ വന്ന് നിൽക്കുന്നത്, റീത്താമ്മയല്ലല്ലോ ബ്രിജിത്താമ്മ വന്ന് നിൽക്കുന്നതും. അപ്പൊ കുട്ടി പെട്ടെന്ന് പേടിച്ചു പോവുകയാണ്. കുട്ടി പെട്ടെന്ന് പേടിച്ചു പോയി കരയാണ്. കരയുമ്പോഴത്തേക്ക് അവിടുത്തെ കന്യാസ്ത്രീകളൊക്കെ ഇങ്ങനെ എണീക്കുകയാണ്. കന്യാസ്ത്രീകളൊക്കെ എണീറ്റു വന്നപ്പോൾ എന്താ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നുമല്ല, അവിടെ എൻ്റെ മമ്മി വന്നു എന്ന് ആ കുട്ടി പറയുന്ന ഭാഷ ഉണ്ടല്ലോ, നമുക്ക് തിരിയത്തില്ല, കുട്ടി പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാവില്ല. അവിടെ എൻ്റെ മമ്മി വന്ന് നിപ്പുണ്ടായിരുന്നു, ഞാൻ മമ്മീനെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജനലിങ്ങനെ കാണിക്കുകയാണ്. അപ്പം കൊച്ചിന് തോന്നുന്നതാണ് മമ്മി ഈ രാത്രി ഒന്നും വരത്തില്ല, മമ്മി പകലേ വരത്തുള്ളൂ, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ കുട്ടി ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് മമ്മി വരുന്നതായിട്ടും. അതുപോലെ നമ്മുടെ അലീനയും അല്ലെങ്കിൽ രേവതിയും എപ്പോഴേലും ആരെങ്കിലും ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും എന്നൊരു ചെറിയ പ്രതീക്ഷയോട് കൂടിയാണ് ആ കുട്ടി അവിടെ നിൽക്കുന്നത്.
പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയുടെ മകള് കൃഷ്ണയും കളിയാക്കാണ് കേട്ടോ. എന്തിനാ അമ്മ വെറുതെ ആ ചേച്ചീനെ കുറ്റം വെച്ചത്? ആ ചേച്ചി പാവമല്ലേ? ആ ചേച്ചി ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നില്ലേ? ആ ചേച്ചിക്ക് നമ്മുടെ ചേച്ചിയുടെ പ്രായമല്ലേ ഉള്ളൂ, എന്നിട്ട് എന്തിനാ വെറുതെ കുറ്റം വെച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൃഷ്ണേ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, നീ മിണ്ടാതിരുന്നോ, നീ കൂടുതൽ സപ്പോർട്ടിന് വരരുതേ, നിന്റെ അച്ഛനും നിന്റെ അമ്മയൊക്കെ ചെയ്യുന്ന പോലെ നീ സപ്പോർട്ട് ചെയ്യാൻ വരരുത് കേട്ടോ, നിനക്ക് പഠിക്കാനുണ്ടെങ്കിൽ നീ പഠിച്ചാൽ മതി, വേറെ കാര്യം ഒന്നും നീ നോക്കണ്ട എന്ന് പറയുകയാണ്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അലീന റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പോട്ടെ മോളെ, സാരമില്ലല്ലേ, ആ മോതിരം കിട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ കിട്ടി, അത് കിട്ടി അമ്മൂമ്മയെന്നല്ല മുത്തശ്ശി, അല്ല മോളതങ്ങ് വിട്ടേരെ, ഞാൻ പറഞ്ഞല്ലോ അവളുടെ അറിവില്ലായ്മയായിട്ട് മാത്രം കണ്ടാൽ മതി, അവള് നിന്നോട് ക്ഷമയൊന്നും ചോദിക്കത്തില്ല. ആ ബാലൻ പറഞ്ഞു കാണും ക്ഷമയൊക്കെ ചോദിക്കാനായിട്ട്, പക്ഷെ അവളുണ്ടല്ലോ നിന്നോട് ക്ഷമ ചോദിക്കത്തില്ല, കാരണം അവൾ ആരുടെ മുമ്പിലും താന്നു കൊടുക്കില്ല. പണ്ട് മുതലേ അങ്ങനെ ഒരു മനസ്സായി പോയി അവക്ക്. പക്ഷെ അവക്ക് വേറൊരു ലോകം ഉണ്ടായിരുന്നു, വേറൊരു വൈജയന്തി ഉണ്ടായിരുന്നു. ആ വൈജയന്തി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരോടും മര്യാദയ്ക്ക് മാത്രം സംസാരിക്കാൻ അറിയാവുന്ന ഒരു മോളായിരുന്നു എൻ്റെ മോള്. അവക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം അതും ഞങ്ങളൊക്കെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട്, അതെന്താ മുത്തശ്ശി അങ്ങനെ? അത് എന്താണെന്ന് അത് പറയാൻ പറ്റാത്ത കാര്യമാണ് മോളെ. വേണ്ട, പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മുത്തശ്ശി പറയണ്ട. എന്നിട്ട് അലീന മനസ്സിൽ വിചാരിക്കുക, എനിക്കറിയാം എന്നെക്കുറിച്ചല്ലേ, എന്നെ നഷ്ടപ്പെട്ടതിൽ പിന്നെ ആയിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ ആയി പോയത്. അപ്പം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരുപാട് സന്തോഷിക്കുമായിരിക്കുമോ? ഒന്നും എനിക്കറിയില്ലല്ലോ എൻ്റെ ഈശോയെ, ഞാനിതൊക്കെ തുറന്ന് പറയാൻ നിന്നാൽ ചിലപ്പം എൻ്റെ അമ്മയുടെ ജീവിതം തന്നെ നഷ്ടമായെന്നിരിക്കും. അഹങ്കരിച്ച് നടക്കുന്ന വൈജയന്തി, അതും ബാലേന്ദ്ര മേനോൻ്റെ വൈജയന്തി, അത് ഇല്ലാതാകും. വേണ്ട, സത്യങ്ങളൊന്നും ആരും അറിയണ്ട എൻ്റെ ഈശോയെ, എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് സത്യങ്ങളൊന്നും ആരോടും പറയില്ലെന്ന്. ഞാൻ ഈശോനെ തൊട്ട് സത്യം ചെയ്യുക, ഈ സത്യം എൻ്റെ വായിൽ നിന്നും ഒരിക്കലും ആരും അറിയില്ല എന്നൊക്കെ ചെന്ന് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പോട്ടെ മോളെ, സാരമില്ല, മോള് തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം, ഇനി വൈജയന്തിക്കും അറിയാം, നീ തെറ്റ് ചെയ്യില്ല, നീ കള്ളം കാണിക്കില്ല എന്ന്. ഏതായാലും ഇതിനൊരു പാഠമായിട്ട് മാറിയില്ലോ, അത് മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രേവതിയുടെ അവിടെ ഒരു പയ്യൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതിയുടെ അവിടെ ഒരു പയ്യൻ, അതായത് ആങ്ങളയുടെ എങ്ങാണ്ട് മോന് വന്ന് നമ്മുടെ രേവതിക്ക് കുറച്ച് ശല്യമൊക്കെ ആവുന്നുണ്ട്. ആ ചെറുക്കൻ ഇച്ചിരി പോക്ക് കേസ് ചെറുക്കനാണ്, അവിടെ വരുന്നുണ്ട്. ഏതായാലും ആ ചെറുക്കനെ നമ്മുടെ അലീനയല്ലല്ലോ സോറി, രേവതി തന്നെയാണ് നേരെയാക്കി എടുക്കുന്നത്. അപ്പൊ രേവതിയുടെ കൂടിപ്പറപ്പായിട്ട് തന്നെ ലാസ്റ്റ് ആ ചെറുക്കൻ മാറുകയാണ് കേട്ടോ. ഇതിനോടൊപ്പം നമ്മുടെ രേവതിനെ സ്കൂളിലേക്ക് അയക്കാനും പഠിപ്പിക്കാനും ജോലി മേടിച്ചു കൊടുക്കാനുമുള്ള ശ്രമത്തിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക്. മരിച്ചുപോയ മകന്റെ സ്ഥാനത്ത് നമ്മുടെ രേവതിനെയാണ് ഇനിയിപ്പം ഗ്രേസിയും മാമച്ചനും കാണാൻ പോകുന്നത്. മാമച്ചൻ ഇങ്ങനെ എടുത്ത വായിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതി ഇല്ലാതെ മാമച്ചനും നമ്മുടെ ഗ്രേസിക്കും പറ്റാത്തൊരവസ്ഥ വരികയാണ്. കാരണം രേവതി ഒരു ദിവസം മാറി അവിടെ നിന്ന് നിൽക്കുമ്പം ആ ചിന്നുമോളെ കാണാനൊക്കെ രേവതി അലീനയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഒരുമിച്ച് ഒരു ദിവസം പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന ആ ഒരു ദിവസം നമ്മുടെ ഗ്രേസിക്കും മാമച്ചനും ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഈ പറയുന്ന അലീനേനെ എന്ന് പറയുന്നില്ല, എല്ലാവരും പറയുന്നുണ്ട്, ചിലരൊക്കെ നേനെ എന്ന് പറയരുതെന്ന്. നമ്മൾ ഈ അച്ചടി ഭാഷയിലൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്. ഞാനിപ്പം എൻ്റെ അടുത്ത ഒരാളോട് നിന്ന് സംസാരിക്കുമ്പം എനിക്ക് അച്ചടി ഭാഷ സംസാരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ അതുപോലെ അങ്ങ് സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഡെയിലി സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ കഥ രൂപേണ ഇതങ്ങ് പറയുന്നതേ ഉള്ളൂ. അതിന് എനിക്ക് അച്ചടി ഭാഷയൊന്നും നല്ല കാര്യമായിട്ട് അറിയത്തില്ല. ചിലപ്പം ഭ എന്ന് പറയുമ്പം ഭായാകും, ബായാകും, അങ്ങനെ കുറേ ഭായൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഏതായാലും ഞാൻ നീട്ടി കുറുക്കി ഇനി വലിച്ചൊത്തിരി പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അലീനയും കൊണ്ട് പള്ളിയിൽ പോകുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ അലീനയും കൊണ്ട് രേവതിനെ കാണാനും ചിന്നുവിനെ കാണാനും ഒക്കെ പോകുന്നുണ്ട്. മനുവും അലീനയും തമ്മിലുള്ള ആ ഒരു ബന്ധമൊക്കെ അവിടെയാട്ടോ. അലീനയ്ക്ക് വലിയ അങ്ങനെ ഒരു സ്നേഹം ഇല്ല കേട്ടോ മനുശങ്കറിനോട്. പക്ഷെ നമ്മുടെ മനുവിന് ആ ഒരു സ്നേഹം മുട്ടിട്ട് വരികയാണ്. ഏതായാലും മനുവും അറിയും ഈ പറയുന്ന നമ്മുടെ അലീന ആരാണെന്നുള്ള സത്യം. അത് വേറെ ആരിൽ നിന്നുമല്ല അറിയാൻ പോകുന്നത്, നമ്മുടെ മനു തന്നെ അത് കണ്ടുപിടിക്കും. മനുവിന് ചെറിയൊരു സംശയമൊക്കെ തോന്നും. ഈ വൈജയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് കഴിയുമ്പം മുത്തശ്ശൻ തന്നെയാണ് ഇങ്ങനെ ഒരു കുട്ടീനെ ഓർഫനേജിൽ കൊണ്ടുവിട്ടതെന്ന് നമ്മുടെ മനു അറിയും. അങ്ങനെ മനു അറിയുമ്പോഴത്തേക്കും അലീനയെ തൻ്റെ മുറപ്പെണ്ണാണെന്ന് അറിയുകയും ചെയ്യും.
അപ്പം അലീനയോട് ഈ കാര്യം തുറന്നു പറയും. അപ്പോഴാണ് അലീന പറയുന്നത് എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു എന്ന്. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം വളരുകയാണ്. മാത്രമല്ല നമ്മുടെ മുത്തശ്ശിയും ഇതറിയും കേട്ടോ. മുത്തശ്ശിയും ഇതറിയും. മുത്തശ്ശി ഇതറിഞ്ഞിട്ട് ഇവർ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശി കുറേ ശ്രമങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യും. കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഭാഗമൊക്കെ വരുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. ഞാൻ പോവുക. ടാറ്റ ബൈ ബൈ. എല്ലാവരും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.